അങ്ങനെ മഴക്കാലമായി നമ്മളെ പുഴ നിറഞ്ഞു. 2 പുഴയായി വൈകലോടിയിരിക്കുന്നു. ഈ പുഴൻ്റെ ഒരു എവിടെ ഇല്ലാത്തൊരു പുഴയാണ് ഇതുണ്ടോ. വെള്ളം വന്നാൽ ചപ്പ് നിറഞ്ഞ് ഫുള്ള് ലോഡാവും. ഇത് എല്ലാ വർഷവും ക്ലീൻ ആക്കണം. മഴ നിറഞ്ഞ് ഇങ്ങനെ ഇതിലെങ്ങനെ ഇവിടെ ഒരു പാലം ഉണ്ടാക്കിയിരുന്നു ഇപ്പം നമ്മളെ സർക്കാർ, പുതിയ പാലം. ഇതുണ്ടോ, ഇവിടെ ഒരു പാലമുണ്ട്. ഇതൊക്കെ 2018 ഒലിച്ച് പോയതാട്ടോ. അവിടെയൊക്കെ ഫുള്ളും മണ്ണിടിഞ്ഞ് പോയത്. പിന്നെ ഉണ്ടാക്കിയ പാലാണിത്. ഇതിലെങ്ങനെ ഒഴുകിയാണ്ട് അങ്ങനെ പോകും. അങ്ങനെ പുഴയ്ക്ക് ഇപ്പോൾ 2 പാലാണ്. ആകെ കുറച്ച് വീതിയിലുള്ള പുഴയാണ് നമ്മൾ പള്ളിയുണ്ടോ. ഇതാണ് ഈ പുഴൻ്റെ അവസ്ഥ. ഉണ്ടോ, പാലാകെ കുറച്ച് നീളമുള്ളൂ. ഒരു 8 മീറ്റർ നീളം ഉണ്ടാവും, ഏക്കാരിൽ 10. പക്ഷെ ഈ പ്രശ്നം വരുന്നത് ഇതാണ്, ഈ ചപ്പ് കടയിൽ. ഇവിടെ വേനൽക്കാലത്തുണ്ടോ പമ്പ് ഹൗസ്, 2 പഞ്ചായത്തുകൾ പമ്പ് ഹൗസാണ്. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇവിടെ. ചെക്ക് ഡാം. പക്ഷെ അതിന് ചീപ്പൊന്നും പോടില്ല. ഫസ്റ്റ് വെള്ളത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഫസ്റ്റത്തെ വർഷം തന്നെ കൊലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്ഥിരം കാഴ്ച. വെള്ളം വന്നാൽ ഫുള്ള് ചപ്പോടെ അടയും. അതെല്ലാതും ഉണ്ടാവും. പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കുകൾ എല്ലാ ചത്തവും ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. ഇനി വെള്ളം പഴിഞ്ഞിട്ട് ഇവിടുന്ന് എല്ലാവരും നാട്ടുകാരൊക്കെ ഒരുമിച്ച് ക്ലീനാക്കാനും അടുത്ത വെള്ളത്തിൽ വീണ്ടും വരും. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഇതെന്താണ് ഇതൊക്കെ ഒന്ന് പരിഹാരം ആകാന്നറിയില്ല. ടൂർ പഞ്ചായത്തിൽ 10-ാം വാർഡിന് 11, അത് 10-ാം വാർഡ് അങ്ങോട്ട് മേലേക്ക്, ഇത് 11-ാം വാർഡ്, ഇത് 11-ാം വാർഡ്. ടൂർ പഞ്ചായത്തിലെ സ്ഥലം മാമ്പോ ഈങ്ങക്കൽ പുഴയാണിത്. ഉണ്ടാവും. ആകെ വീതി പോയിന്റ് ഇവിടുന്ന് അത്ര ഉള്ള പാലം. പക്ഷെ അതിന്റെ ഡബിൾക്ക് വീതി പോയപ്പോൾ ഇതിലാണ് ഒഴിക്കുന്നത്. ഉണ്ടാവും. അത് കാരണം ഇവിടെ ഈ ചപ്പാടയിൽ കാരണമാണ്. ഇതോടെ ഒഴിവായി കഴിഞ്ഞാൽ ഇത്ര വീതിയിൽ പോയാൽ പോകില്ല. അവിടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളൊക്കെ കുറെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ പുഴയുടെ അവസ്ഥ.